നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ പട്ടയ വിതരണം. ഇവിടെ വന്ന് ഈ പട്ടയം മേടിച്ച് എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോൾ വലിയ അഭിമാനം തോന്നി. ഇവിടെ നമുക്ക് പല വിധത്തിലുള്ള പട്ടയങ്ങളും പ്രശ്നങ്ങളുമാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അസംബ്ലി അടിസ്ഥാനത്തിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിൻ്റെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭൂപ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് പട്ടയ അസംബ്ലികൾ രൂപീകരിച്ചു. ആ പട്ടയ അസംബ്ലികളുടെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലെയും ജില്ലയിലെയും പൊതുവായ വിഷയങ്ങളും ഓരോ പട്ടയവുമായി ബന്ധപ്പെട്ട് വന്ന തടസ്സങ്ങളും എല്ലാം മാറ്റാനായിട്ട് നടത്തിയ ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ച് പട്ടയം കൊടുക്കാനായിട്ട് സാധിച്ചത്. ഒരു ഉദാഹരണം എടുത്താൽ മാങ്കുളം മിച്ചഭൂമി പട്ടയ വിഷയം 974 തടസ്സപ്പെട്ടതാണ്. പിന്നീട് ഇങ്ങോട്ട് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തടസ്സങ്ങൾ നീങ്ങി അവിടെ പട്ടയം കിട്ടുന്നു. എത്ര സന്തോഷത്തോടു കൂടിയാണ് ജനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. അതോടൊപ്പമാണ് വാത്തിക്കുടി വില്ലേജ് ഏലം എന്ന ലാൻഡ് രജിസ്ട്രിയിലുള്ളത് കൊണ്ട് പട്ടയം ലഭ്യമാകാൻ കഴിയാതെ വന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിൻ്റെ കാരണം ലാൻഡ് രജിസ്റ്റർ നോക്കുമ്പോൾ ഏലമെന്നാണ് കാണുന്നത്, പട്ടയം കൊടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞങ്ങളിത് കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവപൂർവ്വം അത്തരം വിഷയങ്ങൾ വിശകലനം ചെയ്തപ്പോൾ നമുക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പെർമിഷൻ ലഭിച്ച ഭൂമി, അങ്ങനെ അനുമതി ലഭിച്ച ഭൂമിയുടെ ഭാഗമാണ് ഈ പ്രദേശവും. 984 ദേവികുളം സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏലം എന്ന രജിസ്ട്രിയിലുണ്ടെങ്കിലും പ്രസ്തുത ഭൂമി ഇതിൻ്റെ ഭാഗമായി തന്നെ ഉള്ളതിനാൽ ഇതിന് അർഹതപ്പെട്ട സ്ഥലമാണെന്ന് പറയുക. അപ്പോൾ തന്നെ പുറമ്പോക്കിനെ സംബന്ധിച്ചിടത്തോളം 1405 ഹെക്ടർ കൃത്യമായി പറയുക. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് 20,363 ഹെക്ടർ ഭൂമി നമ്മുടെ ജില്ലയിൽ. ശേഷിച്ച ഏതാണ്ട് 6000-ഓളം ഹെക്ടർ ഭൂമി വിവിധ ജില്ലകളിലായി ഫോറസ്റ്റ് കൈവശം വെച്ച് അനുഭവിച്ച് വന്നവർക്ക് നൽകപ്പെട്ട ഭൂമിയാണ്. അപ്പോൾ ഈ ഏലം എന്ന് കാണുന്നത് പേടിക്കേണ്ട കാര്യമില്ല. ഏലം കൃഷിക്ക് ഉപയുക്തമല്ലാത്തതിന് പരിവർത്തനം ചെയ്യപ്പെട്ട ഭൂമിയാണ് എന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിച്ച് തന്നതാണ് പ്രസ്തുത ഭൂമി എന്നുള്ളത് കൃത്യതയോടുകൂടി കണക്കാക്കാൻ കഴിഞ്ഞതോടുകൂടിയാണ് ആ വിഷയം പരിഹരിക്കപ്പെടാൻ സാധിച്ചത്. അതുകൊണ്ട് പട്ടയ അപേക്ഷ സ്വീകരിച്ച് പട്ടയം കൊടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓരോന്നും ഇപ്പം ഗാന്ധിനഗർ കോളനിയിലെ പട്ടയം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, പളയക്കുടിയിലെ പട്ടയം, ഹൗസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഓരോന്നെടുത്ത് പരിഹരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഈ പട്ടയം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ഇത്തരം വിഷയങ്ങൾ പട്ടയം കയ്യിലേക്ക് ലഭിക്കാൻ താമസം വരുന്നത് ഒഴിവാക്കാനായിട്ടാണ് പട്ടയമേളയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഓരോ അസൈൻമെൻറ്റ് ഓഫീസിലും കൃത്യമായി എപ്പോഴൊക്കെയാണോ പട്ടയം തീരുന്നത് അതനുസരിച്ച് ആൾക്കാർക്ക് മേടിക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുക. ഇതൊരു 50,000-ഓളം പട്ടയങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലയിൽ ഇതിൻ്റെ ഭാഗമായി തന്നെ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം. CHR പട്ടയം കൊടുക്കുന്നില്ലല്ലോ. CHR പട്ടയം കൊടുക്കാൻ പ്രൊഫഷൻ ഇല്ലല്ലോ. CHR ഒരിടത്തും പട്ടയം കൊടുത്തിട്ടുമില്ലല്ലോ. CHR നമുക്ക് പട്ടയം കൊടുക്കാൻ പ്രൊഫഷൻ ഇല്ല. CHR പട്ടയം കൊടുത്തിട്ടുമില്ല. ഇല്ല, CHR പട്ടയം കൊടുത്തിട്ടില്ലല്ലോ ഒരിടത്തും. ഉണ്ടോ? CHR പട്ടയം കൊടുത്തിട്ടില്ലല്ലോ. CHR അതായത് അതാണല്ലോ അതിനകത്ത് കാണേണ്ടത്. ആടുമെങ്കിൽ റിസർവ് അവിടെ നിന്ന് വിളപരിവർത്തനം നടത്തി കിട്ടിയ സ്ഥലത്തല്ല പട്ടയം കൊടുത്തിട്ടുള്ളത്. ഏലം കൃഷിക്ക് പട്ടയം കൊടുക്കുന്ന സ്ഥിതി നമ്മുടെ ജില്ലയിലില്ലല്ലോ. ഇപ്പം ഏതാണ്ട് ഇപ്പം തന്നെ ഒരു 4,000-5,000-ഓളം ആൾക്കാർക്ക് ഗുണം കിട്ടും. അതാ പറഞ്ഞത്. ഇപ്പം 3,000-ഓളം പട്ടയം, ഇപ്പം 2,000-ൽ ശിഷ്ടം പട്ടയം ഇന്നിവിടെ ഇതിൻ്റെ ഭാഗം വിതരണം ചെയ്യുന്നുണ്ട്. ഹൈക്കോടതി വിധിയുടെ ഭാഗമായി വിതരണം ചെയ്യപ്പെടുന്ന 3,000 പട്ടയം കൊണ്ട് റെഡിയായിട്ടിരിക്കുക. ആ പട്ടയം കൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ വിതരണം ചെയ്യും. 7 ജെയിൻ വരെ ഉള്ളിടത്ത് നമ്മളിപ്പോൾ പട്ടയം കൊടുക്കുക. 3 ജെയിൻ ഉള്ളിടത്ത് പട്ടയം കൊടുക്കണമെന്നുള്ള നില തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ KSCB-യുമായിട്ട് തന്നെ ഡിസ്കഷൻസ് തുടരുന്നുണ്ട്. എങ്കിലും 7 ജെയിൻ പ്രദേശത്തെ പട്ടയങ്ങൾ കൊടുക്കത്തക്ക നിലയിൽ എല്ലാം തയ്യാറായി പട്ടയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അളന്ന് തിരിച്ചു അത് പട്ടയ നടപടി സ്വീകരിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുക. ജനാധിപത്യ മര്യാദയിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഒരു ശരിയായ നടപടിക്രമമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിഷേധങ്ങളുണ്ടാകാം, പക്ഷെ അതൊക്കെ ഇത്തരത്തിലേക്കുള്ള ഒരു സ്ഥിതിഗതി രൂപപ്പെടുന്നത് ഒരു അത്യപൂർവമായ സംഭവമാണ്. ഞാനതിൽ അപലപിക്കുന്നു. അല്ല, ഞാൻ അക്കാര്യങ്ങളെക്കുറിച്ചല്ല, ഉണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഉണ്ടാകാൻ പാടില്ല. ഒരു അതിക്രമം ഒരു വ്യക്തിയെ അല്ലല്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തുക. അല്ല, നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായ മുറിവിനെ കുറിച്ചോ ആശുപത്രിയിലായിരുന്നു എന്നുള്ളതിനെ കുറിച്ചോ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഉണ്ടായ സംഭവത്തെക്കുറിച്ചും അവിടെ അറിയാവുന്ന നിലയിൽ അറിയാം. ഞാൻ ഇത്തരം സംഭവങ്ങൾ അപലപനീയമാണെന്ന് ഞാൻ പറഞ്ഞത്.
സംസ്ഥാനത്ത് LDF-ന്റെ UDF-ന്റെ ഓഫീസുകളൊക്കെ വ്യാപകമായിട്ട് ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ പരസ്പരം അങ്ങോട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മാറേണ്ടതല്ലേ? ക്രമസമാധാനത്തെ അല്ലേ ബാധിക്കുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം സംഭവങ്ങൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് യോജിച്ച സംഭവങ്ങളല്ല. അത് നമ്മളെല്ലാവരും, എല്ലാ രാഷ്ട്രീയ കക്ഷികളും മനസ്സിലാക്കേണ്ടതാണല്ലോ. മന്ത്രി എന്ന നിലയിൽ അവരുടെ കൃത്യനിർവഹണവും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടാനായി പോകുന്ന വഴിക്കുണ്ടാകാവുന്ന ഇത്തരം വിഷയങ്ങൾ സ്വാഭാവികമായി ഉണ്ടാക്കാവുന്ന ഒരു ബുദ്ധിമുട്ടുകൾ രൂപപ്പെടില്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്.